Edu Career Experts in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെല്ലിംഗ് റോളിലെ സൈലന്റ് ഇയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കാം. കട്ട്, ക്യൂട്ട്, പിൻ, പൈൻ, വിൻ, വൈൻ, ഹോപ്പ്, ഹോപ്പ്, ഹാറ്റ്, ഹേറ്റ്. ഇവിടെ ആദ്യം വരുന്ന വാക്കുകൾക്ക് അവസാനത്തിൽ ഇ ഇല്ല. എന്നാൽ പിന്നെ എഴുതിയ റോയിൽ അവസാനത്തിൽ ഇ ഉണ്ട്. എങ്കിലും വ്യത്യസ്തമായാണ് നമ്മളിതിനെ വായിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ നിയമം എന്നാണ് നമ്മളിന്ന് പറയുന്നത്. രണ്ടാമത്തെ റോയിലുള്ള വാക്കുകൾക്ക് അവസാനമുള്ള ഇ എ ആണ് നമ്മൾ സൈലന്റ് ഇ എന്ന് വിളിക്കുന്നത്. ഈ സൈലന്റ് ഇ ഒരു പണി ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വവൽ സൗണ്ടിനെ അതിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ കട്ട് എന്നതിൽ CUT കട്ട്, ആ എന്ന ഉച്ചാരണമാണ് നമുക്ക് യുവിന് കിട്ടുന്നത്. പക്ഷേ ക്യൂട്ട് എന്ന് പറയുമ്പോൾ CUTE എന്ന് പറയുമ്പോൾ യു എന്ന് തന്നെ അവിടെ ഉച്ചരിക്കുന്നു, ക്യൂട്ട്. അതേപോലെ തന്നെ പിൻ എന്ന് പറയുമ്പോൾ PIN, ഇ എന്നാണ് നമ്മൾ ആ അക്ഷരത്തെ ഉച്ചരിക്കുന്നത്. പക്ഷേ പൈൻ എന്ന് പറയുമ്പോൾ ഐ എന്ന ഉച്ചാരണമാണ് ഐക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെയുള്ള അക്ഷരങ്ങളെയാണ് സൈലന്റ് ഇ എന്ന് പറയുന്നത്. എന്നാൽ സൈലന്റ് ഇയിലെ ഈ ഉള്ള ചില വാക്കുകൾ എക്സെപ്ഷൻസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൂവ്. മൂവ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള ഒ എന്ന ശബ്ദത്തെ ഉ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ലവ് അതിൽപ്പെട്ടതാണ്. അതേപോലെ ലൂസ്, LOSE, കം, അതേപോലെ ഗോൺ. ഇതേപോലെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. അതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഈ സൈലന്റ് ഇ ഉള്ള വേർഡിന് ശേഷം വരുന്ന സഫിക്സ് ഒരു വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഈ സൈലന്റ് ഇയെ ഡ്രോപ്പ് ചെയ്യണം, അതായത് ഒഴിവാക്കണം. ഉദാഹരണത്തിന് ഡ്രൈവ്, ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ING ചേർക്കുമ്പോൾ അവിടെ ഐ ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ കെയർ, കെയറിംഗ്, ഹോപ്പ്, ഹോപ്പിംഗ്, മേക്ക്, മേക്കർ, അഡോർ, അഡോറബിൾ. ഇവിടെയൊക്കെ അവസാനം വരുന്ന സൈലന്റ് ഇക്ക് ശേഷം വരുന്ന സഫിക്സ് ഒരു വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവസാനമുള്ള ഇ ഒഴിവാക്കണം. ഇതാണ് ഒരു നിയമം. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ വാക്കുകൾ വി എന്ന അക്ഷരം കൊണ്ടും യു എന്ന അക്ഷരം കൊണ്ടും അവസാനിക്കാറില്ല. അതിനുശേഷം ഏതെങ്കിലും ഒരു വവൽ സൗണ്ട് എക്സ്ട്രാ ചേർത്തതിന് ശേഷമാണ് നിർത്തുക. ഉദാഹരണം നോക്കാം. That's all for the day. Thank you.